1000 രൂപയ്ക്ക് ഒരു വീട് പിന്നെ ജിമിനി കാറൊക്കെ കിട്ടുന്ന സ്ഥലം എവിടെയാണ്? വെറും ഒരു 1000 ഉറുപ്പക്ക് എൻ്റെ ഈ 14 സെൻറ്റ് വീടും 2400 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂമാണ്. ഈ വീട് കൊടുക്കണമെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? 1000 രൂപ എന്ന് പറയുമ്പോൾ ഒരു 1000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ 3000, 4000, 5000 ബില്ലാവും. ആർക്കും ഇതുപോലൊരു കടങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഒരു വ്യക്തിക്കും. ഈ വീഡിയോ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, അവസാനം വരെ കാണുകയും വേണം. നാസർക്ക് എന്തിനാണ് 1000 രൂപയ്ക്ക് വീട് വയ്ക്കുന്നത്? 14 സെൻറ്റിലെ ഈ 2500 സ്ക്വയർ ഫീറ്റ് വീടും ജിമിനി കാറും ബുള്ളറ്റും സ്കൂട്ടറും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഗതികേട് കൊണ്ടാണ്. നിങ്ങളുടെ ഒരു ഷെയറോ 1000 രൂപയോ മതി പുള്ളിയെ നമുക്കൊന്ന് രക്ഷിച്ചെടുത്താൽ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം ഞാൻ ട്രാവൽ ചെയ്ത് വന്നത്. നാട്ടുകാർക്ക് പ്രിയങ്കരനും വ്യവസായമായിരുന്നു ഈ കാണുന്ന ഇക്ക. ചെറിയ കൈപ്പിഴ, ബിസിനസ്സിൽ പറ്റിയ നഷ്ടം കൊണ്ട് സംഭവിക്കാതെ അടുത്ത സുഹൃത്ത് കുറച്ച് കാശ് പറ്റിച്ച് കടന്നു കളയുകയും ചെയ്തു. 5,00,000-ലധികം രൂപയാണ്. 1000 രൂപയ്ക്ക് ഒരു വീട്, ജിമിനിയുടെ കാറ്, ബുള്ളറ്റ്, സ്വർണ്ണ നാണയങ്ങൾ, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഇവിടെ ഈ കുടകിലെ ഒരാൾ അയാളുടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും സ്വന്തം വീട് പോലും ഇങ്ങനെ ഒരു ഓപ്ഷൻ വയ്ക്കുന്നത്. കാരണം 1000 രൂപയ്ക്ക് അവർ കൊടുക്കുന്ന വീട് മാത്രമല്ല, അത് അവിടെ കിടപ്പുണ്ട്. ജിമിനി കാറുണ്ട്, പിന്നെ ബുള്ളറ്റ് ഉണ്ട്, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ജിമിനി കാർ എന്ന് പറഞ്ഞാൽ പുതിയ ബ്രാൻഡ് ന്യൂ ജിമിനി കാർ, ഒരു ബ്രാൻഡ് ന്യൂ സ്കൂട്ടർ, പിന്നെ ഒരു ബ്രാൻഡ് ന്യൂ ബുള്ളറ്റ്, ഇത്രയും സമ്മാനങ്ങൾ ഇതിനോടൊപ്പം കൊടുക്കുന്നു. ഒരു വീടിനോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം കൂടെയാണ് ഇതിനോടൊപ്പം. മുകേഷ് ഏട്ടനെ ഞാൻ വിളിച്ചു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. കാരണം മൂപ്പറെ വീഡിയോ ഞാൻ കുറേ കണ്ടു. ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ സഹായത്തിന് വേണ്ടി ഞാൻ വിളിച്ചതാണ്. മൂപ്പർ ഇന്ന് വന്നു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും എന്നെ ഒരു 1000 രൂപ തന്ന് സഹകരിക്കുക. ഈ കൂപ്പന് എടുക്കുന്നവർക്ക് എൻ്റെ ഈ വീട് ഫസ്റ്റ് പ്രൈസ് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പ്രൈസ് ഒരു ജിമ്മി വണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ തേർഡ് ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട്. 4ാമത് ഒരു സ്കൂട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ 5 പേർക്ക് 4 ഗ്രാം ഗോൾഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 25 പേർക്ക് ഹോം ആംപ്ലെക്സ് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കോടിയോളം 1.5 കോടി രൂപ കടമുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ കടബാധ്യത എങ്ങനെ വന്ന് പെട്ടെന്ന്? കച്ചവടത്തിൽ തന്നെ ഏകദേശം ഒരു 3 വർഷത്തിന് ഇപ്പറേ കുറച്ച് കച്ചവടത്തിൽ പൊട്ടി തന്നെ. ഉൾസൂർ ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇളനീരിൻ്റെ കച്ചവടം. അതിന് നല്ലൊരു പൈസ പോയി. പിന്നെ അതിൻ്റെ ശേഷം ദുബായി പോയിട്ട് തന്നെ ഒരു ടീം എന്നെ പറ്റിച്ചു നല്ലൊരു പൈസക്ക്. അപ്പോൾ ഒരു കച്ചവടത്തിന് ഇടാന്നെല്ലാം പറഞ്ഞ് പറ്റിച്ചു. അതിൽ ഞാൻ നല്ലോണം തളർന്ന് ഞാൻ ഇരുന്നു പോയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ വന്നുപോയി. എന്നെ അങ്ങനെ തളർത്തി കഴിഞ്ഞു. എൻ്റെ മനസ്സെന്താണെങ്കിൽ ആര് വന്ന് ചോദിച്ചെങ്കിലും ഞാൻ തുറന്ന് പറയുന്ന ആൾ, പക്ഷേ ഞാൻ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ വന്നുപോയി. അതൊരു കംപ്ലൈൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അവരെ പേരിൽ. പറ്റിച്ച് ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസ അടിച്ചതാണ്. ഞാനിവിടുന്ന് അയച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, പെട്ടെന്ന് ഡെങ്കു പനി വന്നുപോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പോകുമ്പോഴേ ആളില്ല. പിന്നെ 2 ദിവസം ഒന്ന് തിരഞ്ഞു നോക്കുമ്പോൾ ആളെ കിട്ടുന്നില്ല. പിന്നെ തിരിച്ച് വന്ന് ഞാനിവിടെ കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ ചെയ്തതാണ്. വീട്ടിൽ എൻ്റെ വൈഫ് പിന്നെ 4 മക്കളാണ്. എന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പ്രശ്നം ആക്കുമ്പോൾ എൻ്റെ വീട്ടിലെല്ലാം വലിയ വിഷമായി, പ്രശ്നങ്ങളായി. പിന്നെയാണ് എൻ്റെ ചങ്ങായിമാരെല്ലാം ഒന്ന് പറയുന്നു, ഇങ്ങനെ നമുക്ക് ചെയ്തുകൂടെ. അങ്ങനെ പിന്നെ തീരുമാനിച്ചിട്ട് ചെയ്തതാണ്. ചെയ്തു നോക്കുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് പിന്നെയും ടെൻഷൻ കൂടുന്ന മാതിരി എനിക്ക് മനസ്സിലേക്ക് തോന്നുന്നില്ലേ. കാരണം നല്ലൊരു ഇതുണ്ടായിന്. പാണ്ടിക്കാട് കുഞ്ഞാൻ വന്നിട്ട് പിന്നെ KL ഇങ്ങനെ പല വീഡിയോസ് വന്നിട്ട് കുറച്ചെല്ലാം ഓടി, പെട്ടെന്ന് സ്റ്റക്കായി. ഇപ്പം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടുതൽ തന്നെ. ഇപ്പം നോക്കുമ്പോൾ എന്താണെങ്കിൽ എൻ്റെ അടുത്തും കുഞ്ഞിക്കാണ് പറഞ്ഞത്. അതെ. എത്ര ടിക്കറ്റോളം? ഏകദേശം നമ്മളിത് 15,000 ടിക്കറ്റാണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. 4,000 ചിൽഡ്രൻ ടിക്കറ്റ് പോയിട്ടുണ്ട്. അത് പിന്നെ നോക്കുമ്പോൾ അങ്ങനെ സ്ലോ ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ടിക്കറ്റ് ഞാൻ കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് പുറത്ത്. എൻ്റെ വേണ്ടപ്പെട്ട കടയിൽ വേണമെങ്കിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താ സിറ്റുവേഷൻ ഒന്നും അറിയില്ല. ഒരു കാരണവശാലും പേടിക്കണം. കാരണം ഈ മലയാളികൾ എപ്പോഴും അങ്ങനെയാണ്. മലയാളികളും കൂടെ ഒത്തുചേർന്നാൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ വരെ പ്രവർത്തിക്കും. അല്ല, ഏകദേശം ഇപ്പോൾ ഈ 4,000 കൂപ്പന് പോയതും അതിൽ കേരളത്തിൽ നിന്ന് തന്നെ കൂടുതലും പോയിട്ടുള്ളത്. 90% കൂടുതൽ കേരളത്തിൽ തന്നെ പോയിട്ടില്ലേ, പ്രവാസികളത് കൂടുതലും. പക്ഷെ എനിക്ക് സന്തോഷം എന്താണെങ്കിൽ അവർ ഒരു കൂപ്പൻ എടുത്ത് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളെ കട എത്രയും പെട്ടെന്ന് വീട്ടിൽ കിട്ടട്ടെ എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സിൽ നല്ലൊരു സന്തോഷവും സമാധാനം വരും. പിന്നെ ഇങ്ങനെ പോകാണ്ടിരിക്കുമ്പോൾ ടെൻഷൻ കൂടും. മിനിയാന്ന് തന്നെ കുറച്ച് BP എല്ലാം കുറച്ച് റൈസായി.
നല്ല ആയിപ്പോയി. എന്താ ചെയ്യുക? ഞാനിവിടെ വന്നത് ഇക്കയെ കുറിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞു, ഇക്ക വളരെ നല്ല മനുഷ്യനും അതുപോലെ ദാനശീലനും ഒക്കെ ആയിരുന്നു. ഒരാൾ പറ്റിച്ച് കുറേ പൈസ പോയി എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു. അല്ല, ഞാൻ മുമ്പ് ഒരു 3-4 വർഷം മുമ്പെല്ലാം ഞാൻ എല്ലാത്തിനും ഞാൻ ഒരു വിഷയത്തിലേക്ക് മുമ്പ് എന്ത് ഫംഗ്ഷനോ എല്ലാം പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങും. പിന്നെ ആര് വന്നെങ്കിലും ഇല്ലയെന്ന് പറയില്ല. അത് ഇന്നും ഇല്ലയെന്ന് പറയില്ല. 100 കൊടുത്തിട്ടേ ആക്കും. അതെൻ്റെ ഒരു സംഭവം അങ്ങനെ മുമ്പേ ചെറുപ്പത്തിനെ അങ്ങനെ. ഇപ്പോൾ പിന്നെ കുറച്ച് ഇരുന്നതിൽ പിന്നെ പറയണ്ട. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ ആർക്കും ഇതുപോലൊരു കടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരു വ്യക്തിക്കും കടം വന്നു പോയെങ്കിൽ പിന്നെ ഓൻ്റെ ജീവിതം പോയി, നശിച്ചു പോയി. അതാണ് കാരണം. ഒരു കടക്കാരനാകുമ്പോൾ അത്ര ആരും ഒരു താങ്ങാൻ വരുന്നില്ല. മുമ്പല്ലേ നമ്മളടുത്ത് നല്ലൊരു കപ്പാസിറ്റിയിലുണ്ടാകുമ്പോൾ ആരും ഉണ്ടായിന് ഒന്നിച്ചിട്ട്, ഇല്ലാത്തക്കും ആരും ഉണ്ടാവില്ല. അതാണ് വളരെ വിഷമം. എന്നാൽ എൻ്റെ നാട്ടിനെ സംബന്ധിച്ചോളം അൽഹംദുലില്ലാ എനിക്ക് വേണ്ടപ്പെട്ട ആൾ നല്ല സഹായവും എല്ലാം. ഒന്നുമില്ലെങ്കിൽ വാക്കുണ്ടെങ്കിൽ എന്നെ സമാധാനിപ്പിക്കും എല്ലാവരും. നീ ഒരു ടെൻഷൻ വേണ്ട, നിന്നെ അള്ളാ വിജയിപ്പിക്കുമെന്ന് ഇടുന്ന ഏകദേശം 90% ആൾക്കാർ ഈ കൊടുക്കുന്ന ആൾക്കാർ പറയും. 100% വിജയിക്കും. അതെ. ഇനി അത്രയല്ലേ ഉള്ളൂ. കാരണം 1.5 മാസമേ ഉള്ളൂ. കാരണം നമ്മളൊരു ഡേറ്റ് ഫിക്സ് ആക്കി കഴിഞ്ഞാൽ ആ ഡേറ്റ് നമുക്ക് പാലിക്കണ്ടേ. അതാണ് ടെൻഷൻ കൂടിപ്പോയി. ആ ഡേറ്റ് പാലിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ശരിയാവില്ല. നമ്മുടെ മലയാളികളെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രബുദ്ധരാണ്. അതായത് നമ്മളുടെ ആവശ്യം അവർ കണക്കിൽ മീൻസ് അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും ചേർന്നിട്ട്. ഇതിപ്പം പലരും ഇപ്പോൾ ഒരു ഭാഗ്യം നറുക്കെടുപ്പിൻ്റെ അല്ലെങ്കിൽ ലോട്ടറി എന്നുള്ള രീതിയിൽ എടുക്കുന്നവരുണ്ടാവും. ഇക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും കിലോമീറ്റർ, തിരുവനന്തപുരത്ത് നിന്ന് കുടക് വരെ വരുന്ന ദൂരം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ ഇത്രയും ദൂരം ഞാൻ വന്നത് ഒക്കെ കാണാനും എനിക്ക് പറ്റുന്ന സപ്പോർട്ട് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്നതോടൊപ്പം കഴിയുമെങ്കിൽ നിങ്ങൾക്കൊണ്ട് കഴിഞ്ഞാൽ വെറും 1000 രൂപയേ ഉള്ളൂ. കിട്ടിയാലൊരു വീട്, ഒരു ജിമിനി കാർ, എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. വീട് ഇക്കയുടെ സ്വന്തം വീടാണ്. 10 വർഷമായിട്ട് ഇക്ക താമസിക്കുന്ന വീടാണ്. ഒരു ഇതില്ലാത്തതുകൊണ്ടാണ്, ബുദ്ധിമുട്ടില്ലാത്ത ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് ആ വീട് അത് ഇക്ക കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഇത് ഇത്രയും കൂപ്പൺ എടുക്കുന്നവർക്ക് ഒരു വീട് മാത്രമാക്കാതെ ബാക്കി ചെറിയ ചെറിയ കുറേ സമ്മാനങ്ങളും കൂടെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലേ, എൻ്റെ ചങ്ങായിമാർ കൂടി തീരുമാനിച്ചതാണ്. ഒരു വീട് മാത്രം വേണ്ട, ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ആൾക്കാർ കെട്ടിക്കോട്ട് കയറിട്ട്. പക്ഷേ ഇത് പിന്നെ ഒന്നും കൂടി പറയാനുള്ളത് തന്നെ, എൻ്റെ ഈ കൂപ്പൺ എടുക്കുന്ന ഇതിൽ 5 നമ്പറുണ്ട്, 5 മൊബൈൽ നമ്പറുണ്ട്. 5 നമ്പറിലും ഓരോ നമ്പറിലും ഒരു ഹായ് മെസ്സേജ് വിട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതെല്ലാം കിട്ടും. നിങ്ങൾക്ക് കൂപ്പനും അതിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് PDF പാക്കറ്റ് കിട്ടും. തട്ടിപ്പ് പരിപാടിയല്ല ഇത്. പലരും ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇതൊരു തട്ടിപ്പാണെന്നും അല്ലെങ്കിൽ ഇത് ആൾക്കാരെ കണ്ണിൽ പൊടിയിടുന്നതാണെന്നും. ഒരിക്കലും അല്ല. ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളിതിൻ്റെ കൂപ്പൺ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. ഇല്ലാത്ത ഒരാൾക്ക് ഇത് ദൂരെ നിന്ന് കാണാൻ മാത്രമല്ല, ഇത് കൂപ്പൺ എടുത്താൽ മാത്രമേ അവരുടെ ഇതിലൂടെ ആഡ് ചെയ്യപ്പെടുകയും ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടുകയും ആഡ് ആക്കിയിട്ട് നമ്മൾ അവർ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഓരോ വായിസ് ഇതിൽ വിടും, സെൻഡ് ചെയ്യും, എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. എന്നിട്ട് നറുക്കെടുപ്പ് ലൈവായിട്ട് യൂട്യൂബ് വഴി അല്ലേ, ലൈവായിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു സാധനം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ആ 1000 രൂപ അത്രയും സേഫായിട്ടാണ് അവിടെ വരുന്നത്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ വീടില്ലാത്തവർക്കൊരു വീട്, വണ്ടിയില്ലാത്തവർക്കൊരു വണ്ടി, ഒരുപാട് സമ്മാനങ്ങൾ, സ്വർണം വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുപരി ഇദ്ദേഹത്തിൻ്റെ കടം എന്ന് പറഞ്ഞൊരു വലിയ ബാധ്യതയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ കഴിയുമെങ്കിൽ നല്ല മനസ്സുള്ളവർ മാത്രം വീഡിയോ ഷെയർ ചെയ്യുക. നല്ല മനസ്സുള്ളവർ മാത്രം നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു കൂപ്പൺ എടുത്ത് അദ്ദേഹത്തെ സഹായിക്കുക. അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളൊക്കെ അദ്ദേഹത്തെ കാണാം. വീട് ചോദിച്ചപ്പോൾ തന്നെ ബിലാൽ ഒരു ഹലോ പറവില്ലല്ലോ. ഇവരൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അദ്ദേഹത്തെ ഇവിടെ നാട്ടിൽ തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, എനിക്കിത് നിങ്ങളോട് ഏത് വാക്കുകളിൽ പറയണമെന്നറിയില്ല. നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഈ പറയുന്ന ഒരു കൂപ്പണായിട്ട്, അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ കടം ചോദിക്കുന്നില്ല, കൈ നീട്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു കൂപ്പൺ എടുത്ത് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായിട്ട് വരും. നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഞാനും അതേപോലെ തന്നെ മുമ്പ് കണക്കൂട്ടിയിട്ട് എത്രയോ ആൾക്കാർക്ക് എന്നെ സഹായിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് നമ്മളൊരു സമയം ഇങ്ങനെ ആയിട്ടുണ്ട്. അത് ഒരു 1000 രൂപ കൊണ്ട് നിങ്ങൾക്ക് തന്നെ കരകയറ്റാം. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പെയ്ഡായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ ഞാൻ തന്നെ. പക്ഷേ ഞാൻ ഇത് ഇവിടുന്ന് വന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ ഇദ്ദേഹത്തെ കാണാൻ വന്നത് നമ്മളൊരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് നിങ്ങളെല്ലാവരും ചെയ്യണം. ഇവിടുത്തെ പള്ളിയിൽ ഉറൂസാണ്. ഞാൻ ആ പള്ളിയിലും കൂടെ പോയിട്ടാണ് ഞാൻ വരുന്നത്. പോയി എല്ലാവരും പ്രത്യേകിച്ച് വീഡിയോ കാണുന്ന പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഒരു സാധനമായിരിക്കും. ഒരു വീടൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ അപ്പോൾ ഇദ്ദേഹത്തിനൊരു വലിയ കൈത്താങ്ങാവുകയും ചെയ്യും. ഒരു കൂപ്പൺ എടുത്താൽ മതി. കഴിയുമെങ്കിൽ ഒരു കൂപ്പൺ എടുക്കാൻ പറ്റാത്ത പൈസ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു ഒറ്റ ഷെയർ കൊടുത്താൽ മതി. അത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഞാനും 10 വർഷം ഗൾഫിലുണ്ടായിരുന്നു, അൽ ഖസീം, സൗദി അൽ ഖസീമിലുണ്ടായത്. അപ്പോൾ പ്രവാസികളെ പറ്റിയിട്ട് നമുക്ക് അറിയാം, നല്ലതുപോലെ അറിയാം.
ഇപ്പോൾ ഏകദേശം ഇതിൽ 90% എടുക്കുന്ന പ്രവാസികൾ തന്നെ. അവരെ നല്ലൊരു സഹായത്തിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും പ്രതീക്ഷിക്കാം എല്ലാം നമ്മളെ താങ്ങുമെന്നുള്ളത്. അപ്പോൾ അവർ എൻ്റെ സങ്കടം കണ്ടിട്ട് എടുത്താളുണ്ട് കുറേ ആൾക്കാർ. തീർച്ചയായിട്ടും ഇത് സങ്കടമാണ്, അതിനോടൊപ്പം തന്നെ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. അപ്പം ഇക്കയുടെ കൂപ്പൺ എന്തായാലും ഞാനും ഒരെണ്ണം എടുക്കുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കൂപ്പൺ എടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും സമ്മാനം എനിക്കാണ് അടിക്കുവാണെങ്കിൽ വീട് എന്തായാലും നിങ്ങൾക്ക് തന്നെ ഞാനത് നമ്മുടെ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് തന്നെ എന്തായാലും ഒരു ഇക്കയുടെ പ്രശ്നം അതോട് തീരുമല്ലോ, തീർച്ചയായിട്ടും കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ കിട്ടുന്ന ആൾക്ക് കേക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കേക്ക് തന്നെ കൊടുക്കും. അപ്പോൾ എന്തായാലും ഇക്കയോടൊപ്പം നമ്മളുണ്ട്. ഇത് പൂർണ്ണ വിജയമാക്കി തരാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനുണ്ടാവും, എൻ്റെ എഫേർട്ട് തന്നെ എടുക്കും, നമ്മളെ വീഡിയോ കാണുന്നവരും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കും. 4093 ടിക്കറ്റ് ആൾറെഡി ഇപ്പോൾ ഇന്നലേക്ക് പോയിട്ടുണ്ട്. ഇത് ഇന്നപ്പുറം 40 ടിക്കറ്റ് പോയിട്ടുണ്ട്. നാസിർക്കാന്ന് വെച്ചാൽ ഞങ്ങളെ മുമ്പ് നല്ലൊരു ഹെൽപ്പുള്ള മനുഷ്യനായിരുന്നു. ഏകദേശം ഞങ്ങളൊരു ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റെല്ലാം കുറേ നടന്നത് ഇവിടെ. അപ്പോൾ എല്ലാ ഇതിനും നല്ല സൽക്കാരായിരുന്നു നമ്മളെ നാസിർക്ക. അപ്പോൾ ഇപ്പോൾ നാസിർക്ക ചെറിയൊരു പ്രശ്നത്തിൽ കടത്തിലായിട്ട് ചെറിയൊരു വിഷയത്തിലായാണ്. അതുകൊണ്ട് വീട് വെച്ചിട്ടുണ്ട്. 1000 എല്ലാവരും ഒരു 1000 രൂപ വെച്ചിട്ടുള്ള ഒരു ടിക്കറ്റാണ്. അപ്പോൾ ആ ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് നാസിർക്ക കുറച്ച് ഇതായിട്ടാണ് വെക്കുന്നുള്ളത്. നാസിർക്ക നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും ഭയങ്കര സൽക്കാരായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത്രയുള്ള കുട്ടികളുണ്ടല്ലോ, മുമ്പ് ഞങ്ങൾ ഈ ടൂർണമെൻറ്റൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ഇപ്പം ചെറിയൊരു പ്രശ്നമായിപ്പോയി. പിന്നെ നിങ്ങളെല്ലാം സപ്പോർട്ടുണ്ടോ? ഞങ്ങളെല്ലാം ടിക്കറ്റ് എടുക്കുന്നുണ്ട്. മക്കൾ നമ്മളെ ക്ലാസ്മേറ്റാണ്, ചങ്ങയാണ്. നാസർക്കയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ യൂത്ത് തന്നെ, നാസർക്കയുടെ നാട്ടിലുള്ള കൊച്ചു പിള്ളേർ മുതൽ താഴെ ഇവിടെ നമ്മുടെ ബിലാൽ ഏതാണ് ബിലാൽ, ഇവിടുത്തെ കൊച്ചു പിള്ളേരുടെ നേതാവ് ബിലാലാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് വെച്ചാൽ പറയാനുള്ളത് വെച്ചാൽ ഇവിടെ ഉള്ളവരും ഞങ്ങൾ പുറത്തുള്ളവരും എല്ലാവരും ഒരു ടിക്കറ്റ് എടുത്ത്, പ്രവാസികളും എല്ലാവരും ഓരോരോ ടിക്കറ്റ് എടുത്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. നാസിർ ഖാൻ്റെ ഫ്യൂച്ചറിലേക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവരെല്ലാം ഒരു നാട് മുഴുവൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഞാനും തിരുവനന്തപുരത്ത് ഇവിടെ വരെ വന്നതാണ്. നാസിർക്കയുടെ ഈ ഒരു വീഡിയോ ഞാൻ കുഞ്ഞൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ ജെനുവിനിറ്റി തോന്നി, അതുകൊണ്ടാണ് വന്നത്. ഇത് ജെനുവിൻ കേസാണ്, നമ്മൾ വന്ന് നേരിട്ട് കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിസ്സാരമായിട്ടുള്ള ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന, ഒരു ദിവസം ഒരു നേരം ജസ്റ്റ് 2 പെഗ് അടിക്കുന്ന കാശേ ആവുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ 2 JD അടിക്കുന്ന കാശേ ആവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കണക്ക് ആ ഒരു പൈസ നിങ്ങൾ ഒരാളുടെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആ പൈസയ്ക്കൊരു വീടാണ്, അല്ലെങ്കിൽ ജിമിനി കാറാണ്, ബുള്ളറ്റ് ഉണ്ട്, പിന്നെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്, സ്വർണ്ണ നാണയങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ ഇതൊരു സമ്മാന പദ്ധതിയോ അല്ലെങ്കിൽ ഒരു നറുക്കെടുപ്പ് പദ്ധതിയോ ഒന്നുമല്ല. ഒരാളുടെ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ കണ്ടില്ലേ, 1-2 അല്ല, ഒരുപാട് പിള്ളേർ ഇവിടെ നാസിർക്കയുടെ വീടിൻ്റെ അടുത്ത് കൂടിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ തന്നെ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പൊരുത്തപ്പെട്ടാൽ ഒരു കുടുംബം രക്ഷപ്പെടും.